COP, കെയർ ഓഫ് പേഷ്യൻ്റ് 6B. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ സെക്യൂരിറ്റീസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ആ സെക്യൂരിറ്റികളിൽ എക്സ് മിലിറ്ററി ആൾക്കാരുണ്ടാവും, വർഷങ്ങളായി സെക്യൂരിറ്റി ജോബ് മാത്രം ചെയ്ത് ശീലമുള്ളവരുണ്ടാവും. ഡിഫറെൻ്റ് ഏരിയകളിൽ ഇവരെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും അവരെ ആ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു സെക്യൂരിറ്റി ഇൻചാർജ് ആരായിരിക്കണം, തിയേറ്ററിൻ്റെ അടുത്ത് ആരായിരിക്കണം, കാഷ്വാലിറ്റിയിൽ ആരായിരിക്കണം, അവരുടെ മുൻകാല പരിചയങ്ങളെ നമ്മൾ നോക്കിയിട്ടാണ് അവരെവിടെയാണ് ഡിപ്ലോയ് ചെയ്യപ്പെടേണ്ടത്, ജോലി ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ തീരുമാനിക്കുക. നേഴ്സിംഗ് കെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ വാർഡിലൊരു പേഷ്യൻ്റ് എത്തി, നമുക്ക് ഗ്രേപ്സ് IDMRൽ ഓരോ നേഴ്സിനും ഓരോ പേഷ്യൻ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ അവിടെ നമുക്കില്ല. നമുക്ക് അവരുടെ നേഴ്സിംഗ് പ്രാക്ടീസ്, അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, അതിനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡയാലിസിസ് കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ഇന്നൊരു പ്രോബ്ലമായിട്ട് അഡ്മിറ്റായി ഇവിടെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. കുറച്ചു കാലം ഡയാലിസിസ് സെൻറ്ററിൽ, നമ്മുടെ ഹോസ്പിറ്റൽ ഡയാലിസിസ് സെൻറ്ററിൽ ജോലി ചെയ്തിരുന്ന ഒരു നേഴ്സ് ഇപ്പം നമ്മുടെ വാർഡിലുണ്ട് എങ്കിൽ കഴിയുന്നതും അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ? ഒരു പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷനുമായിട്ട് ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ തിയേറ്റർ ഡ്യൂട്ടിയിൽ കാലങ്ങളുടെ പരിചയമുള്ള ഒരു നേഴ്സ് ഇവിടെ ഉണ്ട് എങ്കിൽ അവരെ ആ ജോലി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ സർജിക്കൽ പ്രൊസീജിയറിൽ എന്താണ് ചെയ്തിരുന്നതെന്ന് ഏകദേശം ധാരണയുള്ള ഒരാളാണ് ആ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻ പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്തതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അവിടെ കൃത്യത ആ പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ട് കിട്ടും. ലോങ് ഇയേഴ്സ് ഓഫ് ഗൈനക് പേഷ്യൻറ്റിനെ കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരു നേഴ്സിനാണ് അവരെ കൂടുതൽ നന്നായിട്ട് നോക്കാൻ പറ്റുക. ഇത്രയേ ഉള്ളൂ. COP 6B ഇങ്ങനെയാണ് നമുക്ക് നിർദ്ദേശം തരിക. ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. അസൈൻമെന്റ് ഓഫ് പേഷ്യൻ്റ് കെയർ ഈസ് ഡൺ ആസ് പെർ ഗുഡ് നേഴ്സിംഗ് പ്രാക്ടീസ് ഓർ ക്ലിനിക്കൽ പ്രാക്ടീസ്. നമ്മളുടെ നേഴ്സസിൻ്റെ, സ്റ്റാഫിൻ്റെ അലൈൻമെൻറ്റ്, അവരെ ആരെ അസൈൻ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഒരു ഗൈഡ് ലൈൻസിനെ ഒരു നിയമപരമായി നമ്മുടെ ഓർഗനൈസേഷൻസ്, റെഗുലേറ്ററി ബോഡീസ് തന്നിട്ടുള്ള പ്രൊഫഷണൽ ഡോക്യുമെൻറ്റേഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചുമ്മാ ആരെങ്കിലും പിടിച്ചങ്ങ് ഏൽപ്പിക്കരുത്. അത്രയേ ഉള്ളൂ COP 6B.